നമസ്കാരം. പശ്ചിമേഷ്യയെ പിടിച്ചുലച്ച യുദ്ധസമാനമായ സാഹചര്യങ്ങൾക്കിടയിൽ ഇറാന്റെ അനിഷേധ്യ നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയെ കണ്ടെത്താനുള്ള നിർണായക നീക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മാസങ്ങളായി നീണ്ടുനിന്ന അഭ്യൂഹങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ ഇറാന്റെ പരമാധികാരിയെ നിശ്ചയിക്കുന്ന അസംബ്ലി ഓഫ് എക്സ്പേർട്സ് പുതിയ നേതാവിന്റെ കാര്യത്തിൽ ഏകദേശ ധാരണയിലെത്തിയതായിട്ടാണ് പുറത്തുവരുന്ന സൂചനകൾ. ശത്രു രാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഈ ഒരു പ്രഖ്യാപനം വെറും ഒരു അധികാര കൈമാറ്റമല്ല, മറിച്ച് ഇസ്രയേലും അമേരിക്കയുമായിട്ടുള്ള കടുത്ത പോരാട്ടത്തിൽ ഇറാന്റെ ഭാവി നയം എന്തായിരിക്കുമെന്ന് നിശ്ചയിക്കുന്ന നിർണായക വഴിത്തിരിവാകും. ശത്രുക്കളാൽ വെറുക്കപ്പെടുന്നവൻ വേണം നേതാവാകാൻ എന്ന ഖമീനിയുടെ വിൽപത്രം നടപ്പിലാക്കാൻ പുരോഹിത സഭ തയ്യാറെടുക്കുമ്പോൾ ലോകം ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം മാത്രമാണ്: ആരാകും ഇറാന്റെ അടുത്ത പരമോന്നത നേതാവ്? ആരെ തിരഞ്ഞെടുത്താലും തങ്ങൾ അയാളെ വധിക്കുമെന്നതാണ് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ്. പുരോഹിത സമിതി ഖമേനിക്ക് പകരക്കാരനാക്കുന്ന സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ യോജിപ്പിലെത്തിയതായി അസംബ്ലി അംഗം ആയത്തുള്ള മുഹമ്മദ് മെഹ്ദി മിർബാഖേരി ഞായറാഴ്ച പറഞ്ഞു. ഭൂരിപക്ഷ അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും തീരുമാനം അന്തിമമാകുന്നതിന് മുമ്പ് ചില തടസ്സങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം ഉദ്ധരിച്ച് ഇറാന്റെ മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കാൻ അംഗങ്ങൾ ഒരു ദിവസത്തിനുള്ളിൽ യോഗം ചേരുമെന്നാണ് 88 അംഗ അസംബ്ലി ഓഫ് എക്സ്പേർട്സിലെ മുതിർന്ന പുരോഹിതൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നിയമനം ഔദ്യോഗികമാക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങളെ ചൊല്ലി പുരോഹിത സമിതിയിൽ ചെറിയ തർക്കമുണ്ടായതായിട്ടുള്ള മാധ്യമ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ചില അംഗങ്ങൾ ഔദ്യോഗികമായി നേരിട്ടുള്ള യോഗം അത്യാവശ്യമാണെന്ന് വിശ്വസിക്കുമ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ അത്തരമൊരു ഒത്തുചേരൽ ഇല്ലാതെ തന്നെ തീരുമാനം പുറപ്പെടുവിക്കുന്നതിനെ മറ്റുള്ളവർ അനുകൂലിക്കുന്നു. അതായത് ഒരു ഭയം ഇറാന്റെ നേതൃത്വത്തിനുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. നിലവിൽ നേരിട്ടുള്ള ഒരു സമ്മേളനം സാധ്യമല്ലെന്ന് ആയത്തുള്ള മൊഹ്സെൻ ഹൈദരി അലക്കാസിർ പറഞ്ഞു. അസാധാരണമായ സാഹചര്യം ഒരു പൂർണ്ണ യോഗം പ്രായോഗികമല്ലാതാക്കിയെന്ന് ഞായറാഴ്ച ന്യൂസ് പുറത്തുവിട്ട വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞു. ഇതൊരു അസാധാരണ സാഹചര്യമാണ്. അസംബ്ലിക്ക് പൂർണ്ണ സമ്മേളനം ചേരാനാവില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. പുരോഹിത സമിതിയെ ലക്ഷ്യം വെക്കാനുള്ള ശ്രമങ്ങൾ ഇറാന്റെ ശത്രുക്കൾക്ക് മാത്രമേ ഗുണം ചെയ്യൂ എന്നും അത് വിപ്ലവത്തെ ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫെബ്രുവരി 28 യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേൽ US ആക്രമണങ്ങളിൽ ഖമേനി ഉൾപ്പെടെ ഡസൻ കണക്കിന് ഇറാനിയൻ ഉദ്യോഗസ്ഥരും സൈനിക കമാൻഡർമാരും കൊല്ലപ്പെട്ടിരുന്നു. കോം നഗരത്തിലെ അസംബ്ലീസ് ഓഫ് എക്സ്പേർട്സുമായി ബന്ധപ്പെട്ട ഒരു അനുബന്ധ കെട്ടിടം വ്യോമാക്രമണത്തിൽ തകർന്നതായും കഴിഞ്ഞ ആഴ്ച ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സമിതി ഇതിനകം ഒരു പിൻഗാമിയെ തിരഞ്ഞെടുത്തതായി പാനലിലെ 2 അംഗങ്ങളായ ആയത്തുള്ള മൊഹ്സെൻ ഹൈദരി അലക്കാസിറും അഹമ്മദ് അലാമുൽ ഹോദയും ഇറാനിയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അലാമുൽ ഹോദ പറയുന്നതനുസരിച്ച് അസംബ്ലി സെക്രട്ടേറിയറ്റ് മേധാവി ആയത്തുള്ള ഹാഷിം ഹൊസൈനി ബുഷ്രഹിയയ്ക്കായിരിക്കും തീരുമാനം പരസ്യമായി പ്രഖ്യാപിക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥി ഇറാന്റെ ഉയർന്ന സ്ഥാനത്തിന് ആവശ്യമായ ഗുണങ്ങളെക്കുറിച്ച് പരേതനായ നേതാവ് നൽകിയ നിർദ്ദേശങ്ങളുമായി പൊരുത്തപ്പെടുന്നയാളാണെന്നാണ് ഹൈദരി അലക്കാസിർ പറഞ്ഞത്. ഇറാന്റെ പരമോന്നത നേതാവ് ശത്രുക്കളാൽ പ്രശംസിക്കപ്പെടുന്നതിന് പകരം വെറുക്കപ്പെടുന്നവനായിരിക്കണമെന്ന പരേതനായ പരമോന്നത നേതാവിന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തതെന്നും അദ്ദേഹം പറയുന്നു. മഹാസാത്താൻ പോലും അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതായത് അമേരിക്കയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പേര് നൽകി പരാമർശിക്കുന്നത്. ഖമേനിയുടെ മകൻ മൊജ്തബ ഖമേനി ഏറ്റവും സാധ്യതയുള്ള പിൻഗാമിയാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു പരാമർശം. എന്നാൽ അത്തരമൊരു ഫലം താൻ നിരസിക്കുമെന്നുള്ള മുന്നറിയിപ്പ് ട്രംപ് മുൻപ് തന്നെ നൽകിയിട്ടുമുണ്ട്. ട്രംപ് വ്യാഴാഴ്ച ഉദ്ധരിച്ച ആക്സിയോഡ് റിപ്പോർട്ട് അനുസരിച്ച് ട്രംപ് വ്യാഴാഴ്ച ഒരു യുവ ഖമേനി പ്രധാന സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിലും താൻ അതിനെ എതിർക്കുമെന്നും ഇറാന്റെ അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ വ്യക്തിപരമായി ഇടപെടാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. യുദ്ധത്തിന്റെ തുടക്കത്തിൽ വ്യോമാക്രമണത്തിൽ പിതാവ് കൊല്ലപ്പെടുമ്പോൾ 56-കാരനായ മൊജ്തബ ഖമേനി ടെഹ്റാനിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത്. ഇടത്തരം റാങ്കിലുള്ള ഒരു കടുത്ത നിലപാടുകാരനായ ഒരു പുരോഹിതനായ അദ്ദേഹം ഇറാന്റെ എലൈറ്റ് റവല്യൂഷണറി ഗാർഡുമായി വളരെയധികം ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. രാജ്യത്തെ പുരോഹിത വിഭാഗത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായിട്ടാണ് അദ്ദേഹം പരക്കെ കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സ്വാധീനം പ്രധാനമായും പിതാവിന്റെ ഓഫീസിലെ പ്രധാന കാവൽക്കാരൻ എന്ന നിലയിലുള്ള പങ്കിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പരമോന്നത നേതാവിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നതിനപ്പുറം ഔദ്യോഗിക സർക്കാർ പദവികളൊന്നും വഹിച്ചിട്ടില്ലെങ്കിലും മൊജ്തബ വർഷങ്ങളായി തന്റെ പിതാവിന്റെ പിൻഗാമിയായി വീക്ഷിക്കപ്പെടുന്നുണ്ട്. 2022 പോലീസ് കസ്റ്റഡിയിൽ മഹ്സ അമിനി എന്ന യുവതി മരിച്ചതിനെ തുടർന്നുണ്ടായ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങളിലും അദ്ദേഹത്തിന്റെ പേര് പ്രമുഖമായി ഉയർന്നു കേട്ടിരുന്നു. സമീപകാലത്തെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ഉപയോഗിച്ച ഇറാന്റെ സുരക്ഷാ സംവിധാനത്തിന്മേൽ മൊജ്തബയ്ക്ക് വലിയ സ്വാധീനമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 1989 മുതൽ ഏകദേശം 8 വർഷം പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ശേഷം ഇറാൻ ഭരിച്ച അലി ഖമേനി ഭരണത്തിന് മുമ്പ് മേഖലയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച നേതാക്കളിൽ ഒരാളായിരുന്നു.